ജോൺ ഈ വാർത്തകളിൽ ഇടം നേടുന്നത് കണ്ണൂരിലെ ബോംബേറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 86-ൽ പാർട്ടി വരുന്നു, അതിനുശേഷം പിന്നെ ഇവരുടെ സ്ഥിരം പരിപാടി AKG സെൻട്രലിലെ ഹോസ്പിറ്റലിൽ AKG ഹോസ്പിറ്റലിൽ പിടിക്കുക, ആശുപത്രി പിടിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ബോംബെറിഞ്ഞ് കളിക്കുക, ഈ പരിപാടിയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരാളെയാണ് ഞാൻ ഈ പ്രിഗോഷിനെ കാണാനായിട്ട് നിൽക്കുന്നത് കാണുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ കാണാനായിട്ട് വന്ന് കാത്തു നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളൊരു സൗഹൃദം തുടങ്ങുന്നത്. അപ്പം സയന്റിസ്റ്റ് ബോംബ് വന്നുകൊണ്ടിരിക്കുക. ബോംബ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയോ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ? പിന്നെന്താ, ഉണ്ടാക്കിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഇല്ല, കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൈകാര്യം ചെയ്യാച്ചാൽ അതൊക്കെ പിന്നെ കീപ്പ് ചെയ്തിട്ട് SFIയില് അല്ലേ ഏറ്റവും ചോദിക്കണ്ട. പ്രായം ഒരുപാട് ചോദിക്കണല്ലേ, അതാ പ്രശ്നമോ വണ്ടൂത്തിരി പ്രസംഗം അതൊക്കെ അകത്തേക്ക് പോകണ്ട. പക്ഷേ ഈ കണ്ണൂർ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ CMBയുടെ ഫോർമേഷന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സിവിയറായ ഫൈറ്റ്, സ്ട്രീറ്റ് ഫൈറ്റ്. ഏറ്റവും കൂടുതൽ അൺടുവേർഡ് ഇൻസിഡൻസ് പെർ ഡേ റിപ്പോർട്ട് ചെയ്ത പോലീസ് ഹിസ്റ്ററി എന്നാണ് അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള CMB ഫോർമേഷന് ശേഷം ഫോർമേഷനുള്ള ഏതാണ്ട് 6 മാസം പെർ ഡേ. SFI കാലം ഒന്ന് പറയാമോ? ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി. ഞാൻ മാത്രമല്ല, ഞങ്ങളൊക്കെ കോടിയേരി, ബേബി, ഞാനൊക്കെ വളരെ യങ് 22-23 വയസ്സിലാണ് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ളത്. അമ്മ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിരുന്നു. അതെ അതെ, അമ്മ ഹെഡ് മിസ്റ്റസ് അല്ലേ എല്ലാ അർത്ഥത്തിലും. വീട്ടിൽ അമ്മയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ കർക്കശക്കാരിയായ ഒരു വലിയ കർക്കശക്കാരിയായിരുന്നു. ടീച്ചറുടെ മകൻ എന്നുള്ളതാണ് ഇപ്പോഴും റോസൻ ടീച്ചറുടെ. SFIയിലൊക്കെ ഇങ്ങനെ അവർക്ക് പിന്നെ എമർജൻസി കാലത്ത് അതിന്റെ മുഴുവൻ ഞാനിതിൽ എന്തുമാത്രം ഇൻവോൾവ് ആണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനപ്പോൾ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ അന്ന് താലൂക്ക് കമ്മിറ്റി രഹസ്യമായിട്ട് മീനിങ് ഒരു കവേർഡായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ വളരെയധികം ഇൻവോൾവായി. പിന്നെ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഇത് പ്രസംഗം ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കുള്ളൊരു ഓർമ്മ, നിങ്ങളത് ചോദിച്ചത് ഒരു രസമായി. നായനാർ ആദ്യമായിട്ട് ഈ ഒളിവ് കാലം കഴിഞ്ഞിട്ടുള്ളൊരു കൊടിയേരിയൊക്കെ പുറത്തു വന്നിട്ടുള്ള കാലത്ത് ഒരു ഇത് നടത്തുകയാണ്, ക്യാമ്പ്. അപ്പോൾ ക്യാമ്പസ് റീഡേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഫോറം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടിലെ കഥ പറഞ്ഞിട്ടുള്ളത് ക്യാമ്പസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോകണത്. അപ്പോൾ അതിന് പോകാൻ ഇഷ്ടമാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം പുലർച്ചെ ഒരു 5 മണിക്ക് പുറപ്പെടണം. തലേദിവസം പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. ഒരു 4 മണിയായപ്പോൾ എന്നെ വിളിച്ചോണ്ടെത്തിയിട്ട് പറഞ്ഞു, ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നീ പൊക്കോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് നായനാരുടെ ക്ലാസ് കേൾക്കുന്നത്. അത് പറഞ്ഞിട്ടൊന്നുമില്ല എന്തിനാ പോണേന്ന്. പക്ഷേ ആയിക്കോട്ടെ, അമ്മ പുഴുങ്ങി വെത്തുന്ന മുട്ടയുമായിട്ടാണ് അല്ലേ തുടക്കം. അതായത് എമർജൻസി അങ്ങോട്ട് വിഡ്രോ പറവൂര് വെച്ചാണ്. പിന്നെ വലിക്കുന്നേ ഉള്ളൂ, പിന്നെ വലിച്ചിട്ടില്ല. അപ്പോൾ അവരെല്ലാം ഉണ്ട്, എല്ലാ നേതാക്കന്മാരും ഉണ്ട്, ബേബി, മൈസൊക്കെ എല്ലാവരും.